ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഒമാൻ്റെ ബോർഡറിനോട് അടുത്തിരിക്കുകയാണ്. ഇനി UAE-യിൽ നിന്ന് ഒമാനിലേക്ക് കടക്കുവാൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രം. ഇപ്പോൾ തന്നെ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുകയാണ്. നമ്മൾ പഴയ എപ്പിസോഡിൽ കണ്ട അലൈൻ സിറ്റിയിൽ നിന്ന് ഒമാൻ്റെ ബോർഡറിലേക്ക് വന്നപ്പോൾ കാലാവസ്ഥ മാറി, അന്തരീക്ഷം മാറി, ഭൂപ്രകൃതി മാറി, എല്ലാം വേറൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കൂറ്റം മലനിരകൾ കാണുവാനായിട്ട് കഴിയും. ഇനി ഇതിലും വലിയ മലനിരകൾ സാധിക്കും. അങ്ങനെ യാത്ര മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ബോർഡറിനോട് അടുക്കാറായി. അവിടെയുള്ള വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യുവാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചു. ഈ ഒരു വളവും കൂടി കഴിയുമ്പോഴാണ് UAE ഒമാൻ ബോർഡർ. പ്രദേശങ്ങളിൽ ജോയൽ കടത്തിയിരിക്കുന്നു. ജോയലിന്റെ കൊരി ഓക്കെ സൗദി ഒമാൻ അതാണ് ഒരു ഒന്നൊന്നര. അത് ഇതിന്റെ ഇടയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഞാനേ ജോയിന്റെ വോയിസ് ഓവർ കേൾക്കാൻ വേണ്ടി വോയിസ് ഓവർ. അങ്ങനെ ഒമാൻ്റെ ബോർഡർ ഞങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന ജസ്റ്റിനും ബെഞ്ചമിൻ ചേട്ടനും ചേച്ചിയും എന്നെ ട്രോളിയിലാണ് കുറച്ച് മുന്നേ നിങ്ങൾ കേട്ടത്. ഞങ്ങളിപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കുവാനാണ് പോകുന്നത്. അങ്ങനെ ആ കടയിലേക്ക് എത്താറായി. ഇവിടെ ഒമാൻ റിയാൽ എന്നാണ് ഇവിടുത്തെ പൈസ അറിയപ്പെടുന്നത്. ഒമാനിലെ ഒരു റിയാൽ UAE-യിൽ ഏകദേശം 10 ദിർഹംസിനോട് അടുത്ത് നിൽക്കുന്നു. ഞങ്ങളങ്ങനെ സിമ്മ് മേടിക്കുവാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് വാഹനം തിരിക്കുകയാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഷോപ്പിൽ സിം കാർഡ് ലഭിക്കും. അങ്ങനെ ഞങ്ങൾ വാഹനം അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ സിം എല്ലാം മേടിച്ച് തിരിച്ച് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ സലാലയിലേക്കാണ് പോകുവാനായിട്ട് തീരുമാനിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ സലാലയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ സലാല ലക്ഷ്യമാക്കി പോകുന്ന വഴിക്കാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. തൊട്ട് ഫ്രണ്ടിൽ വലിയ കൂറ്റം മലകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി മുന്നോട്ടേക്കുള്ള യാത്രയിൽ കൂടുതലും ഇങ്ങനെയുള്ള ഭൂപ്രകൃതിയാണ് നമുക്ക് ഒമാനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം മലകൾ നമുക്ക് ഒമാനിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സലാല ലക്ഷ്യമാക്കി പോകുന്ന വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് തൊട്ട് മുന്നിൽ പോയ ഒരു ടീം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയേ വേണ്ട, ഇവിടുത്തെ കാലാവസ്ഥ ആകെ മാറിയിരിക്കുകയാണ്, വളരെ ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്, വെള്ളമില്ല, അരുവികളില്ല, നീരൊഴുക്കില്ല, പച്ചപ്പില്ല എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ നിരാശപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ സലാലയ്ക്ക് പോകണമോ എന്നുള്ള തീരുമാനത്തിൽ വീണ്ടും ഞങ്ങളുടെ വാഹനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്റ്റി ചേച്ചി ഒരു അഭിപ്രായം പറയുന്നത്, നമുക്ക് മസ്കറ്റിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വാഹനത്തിൽ വെച്ച് എല്ലാവരും ചർച്ച ചെയ്തു. ഒടുവിൽ ഞങ്ങൾ സലാല എന്ന് പറയുന്ന ആ ഒരു പദ്ധതി ഞങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ മസ്കറ്റിലേക്ക് ഇപ്പോൾ വണ്ടി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ മസ്കറ്റ് ലക്ഷ്യമാക്കി ഞങ്ങളിപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടി വഴികൾ വെട്ടി എത്രയോ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ റോഡുകൾ അവർ നിർമ്മിച്ചിരിക്കുന്നത്.
വിജനമായ പ്രദേശങ്ങളാണ്. തൊട്ടടുത്തെങ്ങും ഒരു കടകൾ പോലുമില്ല. ഇങ്ങനെ 100-300 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഞങ്ങൾക്ക് മസ്കറ്റിൽ എത്തിച്ചേരുവാനായിട്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ആപ്പിൾ കഴിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബെഞ്ചമിൻ ചേട്ടൻ മസ്കറ്റിൽ ചെല്ലുമ്പോൾ കാണേണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് പോലത്തെ വഴികൾ, വളവുകളും തിരിവുകളും കുന്നുകളും മലകളും ഇറക്കവും കയറ്റവും എല്ലാം ഉണ്ട് ഇവിടെ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെല്ലാം ഇവിടെ നല്ല പച്ചപ്പായിരിക്കും. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം കാണാൻ വളരെ ഭംഗിയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി തുടരുന്നതായിരിക്കും.